അള്ളാഹ്ക്കിനോട് വല്ലാത്ത മുഹബ്ബത്താണ്. മുഹബ്ബത്ത് കൂടിയിട്ടാണ് അള്ളാഹു മാരകമായ പരീക്ഷണം കൊടുക്കുന്നത്. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഒരിക്കലും തന്റെ ഒരു സ്നേഹിതനൊത്ത് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോ പെട്ടെന്ന് കാട്ടിൽ നിന്നൊരു സിംഹം തന്റെ സ്നേഹിതന്റെ മേൽ ചാടി വീണു. ആ മനുഷ്യനെ പീസാക്കിയിട്ട് കൊന്നുകളഞ്ഞു. ഈസാ നബിക്ക് വല്ലാത്ത വിഷമായി, മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം. തന്റെ ആത്മമിത്രമാണ്, ക്ലോസ് ഫ്രണ്ടാണ്. സിംഹം ഇങ്ങനെ പച്ചക്ക് കീറി എറിഞ്ഞിരിക്കുകയാണ് ആ മനുഷ്യനെ. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, എന്തിനാ റബ്ബേ ആ മനുഷ്യനെ ഇങ്ങനെ ഒരു പരീക്ഷണം നീ കൊടുത്തത്? എന്റെ ഇഷ്ടപ്പെട്ട സ്നേഹിതൻ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ. അള്ളാഹു ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയെ, ആ മനുഷ്യൻ നല്ല ആളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരിടം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരിടം അദ്ദേഹത്തിന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് എത്താൻ മാത്രമുള്ള ഇബാദത്ത് ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല, അത്രമാത്രം നിസ്കരിച്ചിട്ടില്ല, അത്രമാത്രം നോമ്പ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന് ഒരു പരീക്ഷണം കൊടുത്തു, നല്ലൊരു വേദന കൊടുത്തു. സിംഹം ആ മനുഷ്യനെ കൊന്നു കളയലോടുകൂടെ ഞാൻ ആദ്യമേ തയ്യാറാക്കി വെച്ച സ്വർഗത്തിന്റെ ആ ഉന്നതങ്ങളിലേക്ക് ഞാൻ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയുണ്ടായി. ഇതൊരു ഹദീസാണ്. ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരിടം ഒരുക്കി വെക്കുന്നതാണ്, ഒരു ഭവനം പണിതു വെക്കും. എന്നിട്ട് അള്ളാഹു ഓന്റെ അമലുകളൊക്കെ നിരീക്ഷിക്കും. ഓന്റെ നിസ്കാരം, ഓന്റെ നോമ്പ്, ഓന്റെ സ്വതക്കകൾ, ഓന്റെ ദാനധർമ്മങ്ങൾ, ഓന്റെ ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ എല്ലാം പടച്ചോൻ നോക്കും. ഈ ഭവനത്തിലേക്ക് എത്താവുന്ന അത്ര അമൽ ഓന് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു പിന്നെ മാരകമായ പരീക്ഷണമാണ് ഓന് കൊടുക്കുക. സ്ട്രോക്ക് വരും, 2 കിഡ്നിയും ഫെയിലാവും, അല്ലെ മാരകമായ ക്യാൻസർ വരും. അപ്പൊ അവനങ്ങനെ സഹിച്ച് ക്ഷമിച്ച് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് അങ്ങനെ കിടന്ന് ആ അസുഖബാധിതനായി അങ്ങ് മരിച്ചുപോയാൽ അള്ളാഹു അവനെ നേരെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്കായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിശ്വാസികളായ നമ്മൾ ഒരു ടെൻഷൻ അടിച്ച് കഴിയേണ്ടവരല്ല. പ്രയാസങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ആവലാതി പറഞ്ഞ് സമയം കളയേണ്ടവരല്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ അള്ളാഹു വലിയ ഖൈർ വെച്ചിട്ടുണ്ട് എന്ന് ഉറച്ച മനസ്സോടെ നിലകൊള്ളേണ്ടവരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ 2 ദിക്ർ കൂടെ പറയാം, 11:30 മണിയാവുകയാണ് സമയം. 2 ദിക്ർ കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട 2 ദിക്ർ. ഒന്ന്, ഒരു പ്രയാസം വന്നാൽ നമ്മൾ ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തെക്കാൾ എത്രയോ നല്ല ഖൈർ അള്ളാഹു പിന്നിൽ തരും എന്നുള്ളതാണ്. ഇത് ഹദീസാണ്. ഇമാം മുസ്ലിം ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള ദിക്റാണിത്. ആ ദിക്ർ വളരെ ചെറിയൊരു ദിക്റാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാള്, ഒരു ബിസിനസ് തകർന്ന് കോടികൾ നഷ്ടത്തിലായി ടെൻഷൻ അടിച്ച് കഴിയുന്ന ഒരാൾ ദുആർക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി, അല്ലാഹുവേ എന്റെ മുസീബത്തിൽ എനിക്ക് നീ കൂലി തരണേ അല്ലാഹ്, വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഈ മുസീബത്തിനേക്കാൾ നല്ലത് നീ എനിക്ക് പകരമായിട്ട് തരണേ റബ്ബേ എന്നൊരാൾ ദുആ ചെയ്താൽ അബ്ദലഹുല്ലാഹു ഖൈറൻ മിൻഹാ, ആ മുസീബത്തിനേക്കാൾ നല്ലത് അല്ലാഹു അവന് പകരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ ഇലൈഹി റാജിഊൻ. കറണ്ട് പോയതാണ്, ലൈറ്റ് ഓഫ് ആയതാണ്, വിളക്ക് കെട്ടുപോയതാണ്. നബി തങ്ങൾ ഇന്നാ ലില്ലാഹി പറഞ്ഞു. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് അമുസീബത്തുൻ ഹാദിഹി, ഇതൊരു ഇടങ്ങേറാണോ നബിയേ? ഇത് സാധാരണല്ലേ? അവർക്കിട്ടുണ്ടാകുമ്പോ കറണ്ട് പോവും, സ്വാഭാവികല്ലേ? കാറ്റടിച്ചാൽ ഏറ്റിട്ടും വിളക്ക് കിട്ടുവും, സ്വാഭാവികല്ലേ? അതിന് ഇന്നാ ലില്ലാഹി ഒക്കെ ചെല്ലേണ്ടതുണ്ടോ? നബി പറഞ്ഞു, യാ ആയിഷ, വിളക്ക് കെട്ടപ്പോ നിങ്ങൾക്ക് മാനസികമായ ഒരു പ്രയാസം തോന്നിയില്ലേ? അതുവരെ വെളിച്ചത്ത് നിൽക്കുകയായിരുന്നു. വിളക്കണഞ്ഞപ്പോ റൂമിലാകെ ഒറ്റയടിക്ക് ഇരുട്ടങ്ങ് പരന്നപ്പോ മാനസികമായ ഒരു ടെൻഷൻ തോന്നിയില്ലേ? ചെറിയ ഒരു പ്രയാസം തോന്നിയില്ലേ? ഫഹുവ മുസീബ, അതുപോലും മുസീബത്താ. അത്ര സിമ്പിളായ ഒരു കാര്യം വന്നാലും വിശ്വാസി പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ക്ഷമിക്കുന്നവരുടെ അടയാളമാണ്, ക്ഷമയുള്ളവരുടെ അടയാളമാണ്.
തീർന്നില്ല. ആ ക്ഷമാശീലരെ കുറിച്ച് ഖുർആൻ പിന്നെ പറയുന്നത് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് അതിരില്ല. അവർക്ക് അല്ലാഹു കരുണ വർഷിക്കുന്നതാ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നതാ. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ല. നിസ്കാരത്തിന്റെ പ്രതിഫലം ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നബി തങ്ങളുടെ ഹദീസിലുണ്ട്. സക്കാത്തിന്റെ പ്രതിഫലം പറയുന്നുണ്ട്, നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ട്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. നിസ്കാരത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പ്രതിഫലം പറഞ്ഞിട്ടുള്ള ഹദീസ് കാണാം. എന്നാൽ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്തോ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു പറയുന്നില്ല. അസ്സൗമു ലീ വഅന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാ, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ അതിന് കൊടുക്കുന്ന പടച്ചോൻ പറയണത് ഞാൻ കൊടുക്കും. എത്ര കൊടുക്കുക? കയ്യും കണക്കില്ലാതെ പടച്ചോൻ കൊടുക്കും. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലർക്ക് അല്ലാഹു അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രതിഫലമാണ് കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. കണക്കില്ല. എന്തേ? അള്ളാഹുവിന് അത്രയും ഇഷ്ടപ്പെട്ട സ്വഭാവമാണ് ഒരു വിശ്വാസിയിൽ ക്ഷമയുണ്ടാവുക എന്നുള്ളത്. അള്ളാഹു തരുന്ന പരീക്ഷണം സഹിക്കുക. അത് എന്താണെങ്കിലും അള്ളാഹു നമുക്ക് അതിനുള്ള ഹിമ്മത്ത് നൽകുമാറാവട്ടെ. എന്നിട്ട് ഖുർആൻ പിന്നെ പറയാൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അള്ളാഹു അവർക്ക് റഹ്മത്ത് നൽകുന്നതാണ്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുന്നതാ. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ക്ഷമിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് സിദ്ധിച്ച മനുഷ്യന്മാർ. എന്ന് വെച്ചാൽ ക്ഷമയില്ലാത്തവന് ഈമാൻ ഉണ്ടാവില്ല. ക്ഷമയില്ലാത്തവന് ഈമാൻ ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ചാൽ മതി. ചില സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന വർത്താനങ്ങൾ ഉണ്ടാവും. എന്റെ പടച്ചോൻ എന്താ എന്നോട് ഇങ്ങനെ കാട്ടിയത്? അള്ളാഹു എന്റെ ഇൻക്ക് മാത്രം ഇങ്ങനെ തന്നത്? ഇത്തരമൊരു വാക്ക് ഒരടിമയുടെ നാവിലൂടെ വന്നാൽ അള്ളാഹ്ക്ക് അത് അനിഷ്ടമുണ്ടാക്കുന്ന പദപ്രയോഗമാണ്, അള്ളാഹു വെറുക്കുന്ന സംസാരമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോൻ ഇന്നെ ഇടങ്ങാറാക്കിയല്ലോ എന്നൊരടിമ പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമില്ലാത്ത വർത്താനാണ്. അങ്ങനെയുള്ള ചില വർത്താനങ്ങൾ കൊണ്ടൊരു പക്ഷേ റിദ്ദത്ത് വരെ സംഭവിച്ചേക്കാം. എന്ന് വെച്ചാൽ ദീനിന്റെ പുറത്തായി പോയേക്കാം, ഇസ്ലാമിന് പുറത്താവാൻ വരെ സാധ്യത ഉണ്ട് അത്തരം ചില പദപ്രയോഗങ്ങൾ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന സബ്റ മിനൽ ഈമാൻ ബിമൻസിലത്തിർ റഅസ് മിനൽ ജസദി. ഒരാളുടെ ഈമാനും ക്ഷമയും തമ്മിലുള്ള ബന്ധം തലയും ഉടലും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഫഇദാ ഖുതിഅർ റഅസു ബാദൽ ജസദു. ഒരു മനുഷ്യന്റെ തല ഛേദിക്കപ്പെട്ടാൽ പിന്നെ ബോഡി കൊണ്ടെന്ത് പ്രയോജനമാണ്, ശരീരം കൊണ്ടെന്ത് പ്രയോജനമാ എന്നതുപോലെ അലാ ലാ ഈമാന ലിമൻ ലാ സബ്റ ലാ. ക്ഷമയില്ലാത്ത മനുഷ്യന് ഈമാനില്ല, ക്ഷമയില്ലാത്ത മനുഷ്യന് ഈമാനില്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോകും ക്ഷമയില്ലെങ്കിൽ. ക്ഷമയില്ലാത്തത് കൊണ്ടല്ലേ ആത്മഹത്യ ചെയ്യണത്? പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കപ്പെട്ടു. ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലാണ് ഒരു റിട്ടയർഡ് അധ്യാപകൻ ആത്മഹത്യ ചെയ്തത്. എന്റെ കാരണം എന്നറിയോ? ആ മനുഷ്യൻ അധ്യാപകനായിരുന്നു, ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്ന ആളായിരുന്നു. വീട്ടില് തീപിടുത്തുണ്ടായി, അദ്ദേഹത്തിന്റെ എല്ലാ ഡോക്യുമെന്റുകളും കത്തിക്കരിഞ്ഞുപോയി. ആധാർ കാർഡില്ല, പാസ്പോർട്ടില്ല, റേഷൻ കാർഡില്ല, സർവീസിലുണ്ടായിരുന്നതിന്റെ ഡോക്യുമെന്റുകളില്ല, എല്ലാം കത്തിക്കരിഞ്ഞുപോയി. ആ സമയത്താണ് CAA ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാകുന്നത്. ഈ മനുഷ്യൻ ആലോചിക്കുക, പഠിച്ചോനെ ഇനി ഞാൻ എന്റെ പൗരത്വം തെളിയിക്കണം, ഇന്ത്യൻ പൗരനാണ് ഞാൻ എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്റെ കയ്യിൽ എന്ത് എവിഡൻസ് ആണുള്ളത്, എന്ത് രേഖയാണുള്ളത്, ഞാൻ ഇനി എങ്ങനെ ഇത് പ്രൂവ് ചെയ്യും, എങ്ങനെ തെളിയിക്കും? ഞാൻ പിടിക്കപ്പെടുമോ, ജയിലിൽ അടക്കപ്പെടുമോ, കാലാകാലം ജയിലിൽ കഴിയാനാകുമോ എന്റെ വിധിയെന്നോർത്തു മനസ്സ് നൊമ്പരപ്പെട്ടു. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഒരു മുസ്ലിമായ അധ്യാപകൻ.
ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗ്ഗം ഹറാമാക്കി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാനില്ലാത്ത മരണല്ലേ? അലാ ലാ ഈമാന ലിമൻ ലാ സബ്റ ലാ, ക്ഷമയില്ലാത്ത മനുഷ്യന് ഈമാനില്ല, ക്ഷമയില്ലാത്ത മനുഷ്യന് ഈമാനില്ല. എന്റെ നാടിനടുത്തൊരു സഹോദരി, നല്ല ദീനീ ബോധമുള്ള ഒരു സഹോദരി, എല്ലാ ദിവസവും ഇശാ മഗ്രിബിന്റെ ഇടയിൽ കൃത്യമായി 3 യാസീൻ ആ സഹോദരി ഓതാറുണ്ടായിരുന്നു എന്നാ ഞാൻ കേട്ടത്. 3 യാസീൻ. അതാർക്ക് വേണ്ടിയാണ്, ആരുടെ പേരിലാ ഓതുന്നതെന്ന് അറിയില്ല. 3 യാസീൻ ഓതാറുണ്ട്. ആ സഹോദരിക്ക് ഒരു അസുഖമുണ്ട്. തന്റെ ഭർത്താവിനോടത് പറഞ്ഞു, മക്കളോടത് പറഞ്ഞു. ഭർത്താവും മക്കളുമൊക്കെ പല ഡോക്ടേഴ്സിനെയും കണ്ടു. ഈ സഹോദരിയെ ചികിത്സിച്ചു. ആയുർവേദം, ഹോമിയോ തുടങ്ങി, അലോപ്പതി തുടങ്ങി എല്ലാ ഡോക്ടേഴ്സിനെയും സമീപിച്ചു. പക്ഷെ ഈ സഹോദരിയുടെ അസുഖത്തിന് ഒരു മാറ്റമില്ല. ഈ സഹോദരി തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ, എന്നെ നിങ്ങൾ കൊണ്ടുകൊണ്ടത് അലോപ്പതി ഡോക്ടർമാരുടെ അടുത്തേക്കല്ല, എന്നെ കൊണ്ടുകൊണ്ടത് ഹോമിയോ ഡോക്ടർമാരുടെ അടുത്തേക്കല്ല, എന്നെ കൊണ്ടുപോകേണ്ടത് മറ്റേതെങ്കിലും ഭൗതിക ഡോക്ടർമാരുടെ സവിധത്തിലേക്കല്ല, എനിക്ക് വേണ്ടത് ആത്മീയ ചികിത്സയാണ്. അതിന് പറ്റുന്ന ആളുകളുടെ അടുത്തേക്ക്, തങ്ങന്മാരുടെ അടുത്തേക്കോ മറ്റേതെങ്കിലും ഉസ്താദന്മാരുടെ അടുത്തേക്കോ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. മക്കളോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു. പക്ഷെ മക്കൾക്കും ഭർത്താവിനും ആവട്ടെ അതിൽ വിശ്വാസമില്ല. അങ്ങനെ ഈ സഹോദരി ചിന്തിക്കുകയാണ്, എന്റെ ഭർത്താവിന് എന്നെ വേണ്ട, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട. അങ്ങനെ വീട്ടുകാരെല്ലാരും ബന്ധത്തിലെ ഒരു ഹൗസ് വാമിങ്ങിന് പോയ സന്ദർഭം, ഒരു ഗൃഹപ്രവേശന ചടങ്ങിന് പോയ നേരം ഈ സഹോദരി തന്റെ വീടിന്റെ അപ്സ്റ്റെയറിൽ കയറി ഫാനിൽ ഷോള് കെട്ടി ആത്മഹത്യ ചെയ്തു. എന്തേ? ക്ഷമിക്കാനുള്ള കെൽപ്പില്ലായിരുന്നു, അതിനുള്ള ഹിമ്മത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, ക്ഷമയുള്ള മനുഷ്യന്മാർ തന്നെയാ യഥാർത്ഥത്തിൽ സന്മാർഗം സിദ്ധിച്ച ആളുകൾ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലെ മിമ്പറിലേക്ക് കയറുകയാണ്. നബിതങ്ങൾ വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല, പ്രധാനപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്താനുണ്ടായാൽ, എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സ്വഹാബത്തിനെ ബോധവൽക്കരിക്കാൻ ഉണ്ടായാൽ മിമ്പറിൽ കയറൽ മുത്തുനബിയുടെ പതിവായിരുന്നു. അങ്ങനെ നബിതങ്ങൾ മിമ്പറിൽ കയറി. മിമ്പറിൽ കയറിയപ്പോഴാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഒരു കൂട്ടം സ്വഹാബിമാർ ആ മിമ്പറിന്റെ ചുറ്റും റൗണ്ടായിട്ടിരിക്കുകയാ, ഒരു ഹൽഖയായിട്ടിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ അൻതും, നിങ്ങളാരാണ്? സ്വഹാബത്ത് ഉമർ തങ്ങൾ അടക്കമുള്ള ആളുകളാണ്, തങ്ങൾക്ക് പരിചിതരാണ്, അറിയുന്നവരാണ്. എന്നാലും പ്രവാചകർ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. തങ്ങൾ ഒരു അധ്യാപകനാണല്ലോ, ഒരു ബെസ്റ്റ് ടീച്ചറാണല്ലോ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ, ഞാൻ ആളുകൾക്ക് സിമ്പിളായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാത്രമാണ് നിയുക്തനായത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു അധ്യാപകനാണ്. ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും, ചില മെത്തേഡുകൾ ഉപയോഗിക്കും. കുട്ടികൾക്ക് ആ കാര്യം നല്ല നിലക്ക് മനസ്സിലാവാനുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നതുപോലെ നബിതങ്ങളും അങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ ഉപയോഗിക്കുകയാണ്. നബിതങ്ങൾക്ക് ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം, അത് അവരെ കൊണ്ട് തന്നെ നബിതങ്ങൾ പറയിപ്പിക്കുകയാണ്. ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് നഹ്നുൽ മുഅ്മിനൂൻ, ഞങ്ങൾ മുഅ്മിനുകളാണ്. അപ്പൻ നബിതങ്ങൾ പറഞ്ഞു, മുഅ്മിനാണെന്ന് അങ്ങനെ പറഞ്ഞാ പോരാ, വമാ അലാമതു ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന്റെ അടയാളം എന്താണ്? മുഅ്മിനാണ് എന്നതിന് എന്ത് അടയാളമാണ് നിങ്ങളിലുള്ളത്? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ 3 അടയാളങ്ങളുണ്ട് നബിയേ. ഒന്ന്, നസ്ബിറു അലൽ ബലാ, ഞങ്ങൾ ഇടങ്ങേറ് ക്ഷമിക്കുന്നവരാണ്. 2, നഷ്കുറു ഫിർ റഖാ, അല്ലാഹു സമൃദ്ധിയും ക്ഷേമവും അനുഭവിച്ചവർ. മദീന പള്ളിയിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. എല്ലാ
എല്ലാ ദിവസവും സുബഹ് നിസ്കാരത്തിന് പ്രവാചകന്റെ തൊട്ട് പിന്നിലായി സ്ഥാനം പിടിച്ചിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ആ സ്വഹാബി അധിക നേരം പള്ളിയിൽ ഇരിക്കാറില്ല. പെട്ടെന്ന് തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓടുകയാണ്. എന്നും ഇതാണ് അവസ്ഥ. നിസ്കാരം കഴിഞ്ഞാൽ വേഗം ഇറങ്ങി ഓടും വീട്ടിലേക്ക്. പ്രവാചകർ ആ സ്വഹാബിയെ നിരീക്ഷിക്കുമായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു. ഒരിക്കൽ പ്രവാചകർ ആ സ്വഹാബിയെ തടഞ്ഞു വെച്ചു. എന്നിട്ട് ചോദിച്ചു, സുഹൃത്തേ, എന്തിനാണ് ഇങ്ങനെ വീട്ടിലേക്ക് ഓടുന്നത്? കുറച്ചു നേരം പള്ളിയിൽ ഇരുന്നൂടെ, ഞങ്ങളോട് കൂടെ ദിക്ർ ദുആകളിലൊക്കെ പങ്കെടുത്തൂടെ? ആ സ്വഹാബി ഗദ്ഗദ കണ്ഠനായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മുത്തുനബിയോട് പറയുകയാ, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ ധരിച്ച ഡ്രസ്സ് കണ്ടില്ല നബിയേ, കീറാത്ത, അഴുക്ക് പുരളാത്ത, നിസ്കരിക്കുമ്പോൾ ധരിക്കാൻ ഉതകുന്ന ഈ ഒരൊറ്റ ഡ്രസ്സല്ലാതെ എന്റെ വീട്ടിൽ വേറെ ഒരു വസ്ത്രമില്ല. ഞാൻ അങ്ങയുടെ കൂടെ ദിക്റിന് ദുആക്കിരുന്നാൽ എന്റെ ഭാര്യക്ക് സുബ്ഹി ഖളാ ആകുമല്ലോ. വീട്ടിലെത്തി ഡ്രസ് അഴിച്ചു കൊടുത്തിട്ട് വേണം ഭാര്യക്ക് സുബ്ഹി നിസ്കരിക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ വീട്ടിലേക്ക് ഓടുന്നതെന്ന് പറഞ്ഞപ്പോ ഹബീബിന്റെ സങ്കടം വന്നു. ഹബീബിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തന്റെ പ്രിയപ്പെട്ട ഒരനിയായി അനുഭവിക്കുന്ന ഇടങ്ങേറ് കേട്ട പ്രവാചകർ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, നിങ്ങളുടെ സഹോദരനെ സഹായിക്കണം. വീട്ടിൽ വല്ലാത്ത ദുരിതമാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത കഷ്ടപ്പാടാ. ആ മനുഷ്യനെ സഹായിക്കണമെന്ന് പറഞ്ഞു. സ്വഹാബിമാരൊക്കെ ചില്ലറ നാണയങ്ങൾ കൊടുത്തു. ഇബ്നങ്ങൾ അതെല്ലാം ഈ സ്വഹാബിക്ക് കൊടുത്തു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഉപയോഗിച്ചിരുന്ന ഒരു ജോഡി ഡ്രസ്സും ഈ മനുഷ്യന് കൊടുത്തു, ഈ സ്വഹാബിക്ക് കൊടുത്തു. ഈ സ്വഹാബി സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലെത്തിയ പാട് ഭാര്യ ചോദിക്കുന്നു, ഭർത്താവേ, എന്തേ ഇന്ന് അല്പം വൈകിപ്പോയത്? സാധാരണ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ തസ്ബീഹ് ചൊല്ലാറാണ് പതിവ്. 350 തസ്ബീഹ് ചൊല്ലുമ്പോഴേക്ക് നിങ്ങൾ തിരികെ വീട്ടിലേക്ക് വരാറുണ്ട്. ഇന്ന് എന്റെ തസ്ബീഹ് 500 എത്തിയിട്ടുണ്ട്. നിങ്ങൾ വരാൻ വൈകി എന്നല്ലേ അതിനർത്ഥം? എന്തേ ലേറ്റായത്? എന്തേ വൈകിപ്പോയത്? ആ സ്വഹാബി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കണേ, ദീനീ ബോധമുള്ള പ്രിയപ്പെട്ട ഭാര്യ ഈ സ്വഹാബിയെ ഗുണദോഷിക്കുകയാണ്. ഈ സ്വഹാബിയോട് ചോദിക്കുകയാ, അമാ തഷ്കുല്ലാഹ ഇലാ റസൂലില്ലാഹ്, ഭർത്താവേ, നിങ്ങൾ ചെയ്തത് ശരിയല്ല. വീട്ടിലെ ദുരിതം അല്ലാഹു തന്നതാണ്, വീട്ടിലെ പട്ടിണി പടച്ചോൻ തന്നതാണ്. അല്ലാഹു തന്ന പട്ടിണിയെ കുറിച്ച് നിങ്ങൾ ഹബീബിനോട് പരാതി പറഞ്ഞില്ലേ? മുത്തുനബിയോട് പരിഭവം പറഞ്ഞില്ലേ? അത് ശരിയല്ല ഭർത്താവേ. നമ്മുടെ ദുരിതത്തെ കുറിച്ച് പരാതി പറയേണ്ടത് ഏകനായ റബ്ബിനോടാണ്. നബിനോട് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യ പറഞ്ഞു, നബി തങ്ങൾ തന്ന ഡ്രസ് ഇല്ലേ, ഇത് നമ്മൾ ധരിക്കണ്ട, ജീവിതകാലത്ത് നമ്മൾ ഇത് ഉപയോഗിക്കണ്ട, നമ്മൾക്കിത് കഫംപുടയാക്കാം. മരണാനന്തരം റബ്ബിന്റെ അടുത്തേക്ക് പോകുമ്പോ ഹബീബിന്റെ മേനി സ്പർശിച്ച ഡ്രസ്സ് ധരിച്ചിട്ട് നമ്മൾക്ക് പോകാം. കഫംപുടവയാക്കാൻ വേണ്ടി നമ്മൾക്കിത് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ ദീനീ ബോധമുള്ള ഭാര്യ, ദീനീ ബോധമുള്ള ഭർത്താവ്, നസ്ബിറു അലൽ ബലാ, സ്വഹാബത്ത് ക്ഷമിക്കുന്നവരാ, സഹിക്കുന്നവരാ. ഹബീബിന്റെ കരന്റെ കഷ്ണമല്ലേ സയ്യിദത്തുനാ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ. ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗസ്ഥരായ മഹദിമാരുടെ നേതാവാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. എന്തേ ഫാത്തിമ ബീവിക്ക് അത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണം? അവർ ക്ഷമിച്ചവരാണ്, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചവരാണ്. തന്റെ വിവാഹ ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഫാത്തിമ ബീവി തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ കിടക്കാനുള്ളത്, വിരിക്കാനും പുതക്കാനുമുള്ളത് ഒരൊറ്റ തുണിക്കഷ്ണമാണ്. ഫാത്തിമ ബീവി പറയാണ്, ആ വീട്ടിൽ വിരിപ്പായിട്ടും പുതപ്പായിട്ടുള്ളത് ഒരൊറ്റ തുണിക്കഷ്ണം. ചിലപ്പോൾ ഞങ്ങളത് വിരിക്കും, മറ്റു ചില സമയങ്ങളിൽ അത് പുതപ്പായിട്ട് ഉപയോഗിക്കും. ഇടങ്ങേറ് സഹിച്ച് ജീവിച്ചവരാ, പരിഭവം പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹാ
അവരൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് നമ്മൾക്കും പോകേണ്ടത്. അതിന് ക്ഷമ വേണം, അതിന് ജീവിതത്തിൽ സഹനം വേണം. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കണമെന്നാണോ നിങ്ങളുടെ താല്പര്യം? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, സ്വർഗ്ഗത്തിൽ കടക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ أفحسبتم أن تدخلوا الجنة ولما يأتكم مثل الذين من قبلكم مستهم البأساء والضراء وزلزلوا حتى من ആദ്യ കാലത്ത് ദീനിലേക്ക് കടന്നു വന്ന മഹദിയാണ് സുമയ്യ റളിയല്ലാഹു അൻഹാ. ശത്രുക്കൾ മഹദിയെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു, വല്ലാതെ ആക്രമിക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് കൊണ്ടുപോകും, മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തും, വസ്ത്രമെല്ലാം അഴിച്ചിട്ട് വിവസ്ത്രയാക്കിയിട്ട് നഗ്നയാക്കിയിട്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തുമായിരുന്നു സുമയ്യ ബീവിയെ. ചാട്ടവാറുകൾ കൊണ്ടടിക്കുമായിരുന്നു, നെഞ്ചത്ത് പാറക്കല്ല് വെക്കുമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ മണലിന്റെ ചൂട് കൊണ്ടിട്ട് മഹദിയുടെ പുറത്തുള്ള ഇറച്ചികൾ വെന്തു പോകാറുണ്ടായിരുന്നു. ഇത്രത്തോളം ആക്രമിക്കുമായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹദിയുടെ വീട്ടിലേക്ക് പോവാണ്, സുമയ്യ ബീവിയെ സമാശ്വസിപ്പിക്കാൻ, ഒന്ന് ആശ്വാസം കൊടുക്കാൻ. വാതിലങ്ങ് തുറന്നപ്പോ വെന്ത ഇറച്ചിയുടെ ഗന്ധമാണ് മുത്തനബിയെ തേടിയെത്തിയത്. വീട്ടിലെ കലത്തിൽ വെന്ത ഇറച്ചിയല്ല, മഹദി സുമയ്യ ബീവിയുടെ പുറത്തുള്ള ഇറച്ചിയുടെ നാറ്റമാണ്, ആ ഒരു ഗന്ധമാണ് മുത്തനബിയെ തേടിയെത്തിയത്. ഹബീബിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇത്രമാത്രം ഇടങ്ങേറാക്കപ്പെട്ട തന്റെ പ്രിയപ്പെട്ട അനുയായിയെ എങ്ങനെ സമാധാനിപ്പിക്കണം? ഏത് സമാധാന വാക്കുകൾ അവരോട് പറയണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുമയ്യ ബീവിയോട് പറഞ്ഞു, സബ്റൻ യാ ആല യാസിർ فإن موعدكم الجنة. സുമയ്യ ക്ഷമിക്കണേ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ. فإن موعدكم الجنة, അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചത് സ്വർഗ്ഗമാണ്. ക്ഷമിച്ചാൽ സ്വർഗമുണ്ടാകും, സഹിച്ചാൽ സ്വർഗമുണ്ടാകും. ഇത് കേട്ടപാട് സുമയ്യ ബീവി പുഞ്ചിരിക്കുകയാണ്. വേദന കൊണ്ട് കണ്ണീരൊലിപ്പിച്ച് കഴിഞ്ഞിരുന്ന സുമയ്യ റളിയല്ലാഹു അൻഹാ ക്ഷമിച്ച് ജീവിച്ചാൽ സ്വർഗമുണ്ടോ നബിയേ? ഇദൻ നസ്ബിറു യാ റസൂലല്ലാഹ്, ഞങ്ങൾ സഹിക്കാം നബിയേ, ഞങ്ങൾ ക്ഷമിക്കാം നബിയേ. പരാതിയില്ല, പരിഭവമില്ല. സ്വഹാബത്തിന്റെ ഈമാന്റെ അടയാളം നസ്ബിറു അലൽ ബലാ, ഇടങ്ങേറ് ക്ഷമിക്കുന്നവരാണ്, സഹിക്കുന്നവരാണ്. നമ്മൾക്ക് വേണം ആ ക്ഷമ. അല്ലാഹു ആ ഹിമ്മത്ത് നമ്മൾക്കൊക്കെ നൽകുമാറാവട്ടെ. ഇത് പറയാൻ എളുപ്പമാണ്, ഒരു പ്രയാസം വരുമ്പോഴല്ലേ നമ്മൾ തളർന്നു പോവുക, നമ്മൾ തകർന്നു പോവുക. അല്ലാഹു ഹിമ്മത്ത് നൽകുമാറാവട്ടെ. ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ മെമ്പർ ഉണ്ടായിരുന്നു, ഓക്കെ അർമിയാ മുസ്ലിയാർ, നവറല്ലാഹു മർഖദ. അല്ലാഹുവിന്റെ തുഖ്റവിയായ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. സർ മലപ്പുറം ജില്ലക്കാരനാണ്, വേങ്ങര സ്വദേശിയാണ്. ഞങ്ങളൊക്കെ ദാർഹുദയിൽ പഠിക്കുന്ന കാലത്ത് പല ഒരു അവിടെ ദുആ സമ്മേളനത്തിലൊക്കെ നേതൃത്വം കൊടുക്കാൻ വന്നിട്ടുണ്ട് ഉസ്താദ്. നല്ല വെളുത്ത നീണ്ട താടിയുള്ള നല്ല സുമുഖനായ ഒരു പണ്ഡിതൻ. വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് ഉസ്താദ് ഒരിക്കൽ വീണു, കാലിന്റെ തുടയലിന് പൊട്ടി, ഹോസ്പിറ്റലിലായി, ഓപ്പറേഷൻ ചെയ്തു, സ്റ്റീലിട്ടു. അപ്പൊ അങ്ങനെ മലർന്ന് കിടക്കുകയാണ്. അറിയാലോ, വൃദ്ധരായ ആളുകൾ വീഴുകയും അങ്ങനെ ഒരു എല്ല് പൊട്ടുകയൊക്കെ ചെയ്താൽ അത് പഴയ അവസ്ഥ പ്രാപിക്കാൻ പ്രയാസാണ്, കുറെ ഇടങ്ങാർ അവർ സഹിക്കേണ്ടി വരും. സാർ അങ്ങനെ കിടക്കുകയാണ്, മലർന്നങ്ങനെ കിടക്കുകയാണ്. രാത്രിയൊക്കെ ഉറക്കിനിടയിൽ ചിലപ്പോ അറിയാതൊന്ന് ചെരിഞ്ഞു ഇളകും. അപ്പൊ കാല് വേദനിക്കും. വേദനിക്കുമ്പോ ആ മനുഷ്യൻ വായ കൊണ്ട് പറയുന്നൊരു വർത്താനുണ്ട്. കാല് വേദനിക്കും പറയുന്നൊരു വർത്താനം, അല്ലാഹുവേ ഇവിടത്തെ വേദന ഞാൻ സഹിക്കാം റബ്ബേ, നിന്റെ അടുത്ത് നീ എന്നെ വേദനിപ്പിക്കരുത് അല്ലാ. ഓപ്പറേഷൻ ചെയ്ത സ്റ്റീലിട്ട കാലിന്റെ തുടയല് വേദനിക്കുമ്പോ
സാത്വികനായ ആ പണ്ഡിതന്റെ നാവിലൂടെ വന്ന വാക്കാ ഞാൻ ഈ പറഞ്ഞത്. ഇവിടത്തെ വേദന ഞാൻ സഹിക്കാമല്ലാ, ഇതെനിക്കൊരു പ്രശ്നമില്ല. ആഖിറത്തിൽ നീ എന്നെ വേദനിപ്പിക്കല്ലേ, അതെനിക്ക് സഹിക്കാൻ കഴിയൂല. ഇതാണ് ക്ഷമ. നസ്ബിറു അലൽ ബലാ, ഞങ്ങൾ ഇടങ്ങേറ് ക്ഷമിക്കുന്നവരാ, ഇടങ്ങേറ് സഹിക്കുന്നവരാ. ഈമാന്റെ ഒന്നാമത്തെ അടയാളമാണ് ക്ഷമ. രണ്ടാമത്തെ അടയാളമോ വനശ്കുറു ഫിർറഖാ, ഞങ്ങൾ സുഭിക്ഷതയിൽ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരാണ്. അല്ലാഹു ഒരു നിഅമത്ത് തന്നാൽ അതിന് നന്ദി ചെയ്യും. നന്ദിയുള്ള മനുഷ്യന്മാരാകുക, നന്ദിയുള്ളവരാകുക. ഒരു ഉപകാരം ഒരാൾ ചെയ്തു തന്നാൽ അവനോട് നന്ദി കാണിക്കണം. ജീവിതം തന്ന പടച്ചവനോട് നന്ദി വേണം, മാതാപിതാക്കളോട് നന്ദി വേണം, ഗുരുനാഥന്മാരോട് നന്ദി വേണം, പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം തരുന്ന നാട്ടുകാരോട് നന്ദി വേണം, ജീവിതത്തിൽ ഉപകാരം ചെയ്യുന്ന സർവരോടും നന്ദി കാണിക്കണം. ശുക്റുണ്ടാവണം. നിങ്ങൾക്ക് ശുക്റുണ്ട്, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണ്. ഇൻ ശകർതും ലഅസീദന്നകും, നന്ദി ചെയ്താലാണ് അല്ലാഹു നിഅമത്ത് അധികമാക്കി തരുക എന്ന് വിശുദ്ധ ഖുർആൻ. റജബ് മാസത്തിലല്ലേ നമ്മളുള്ളത്. റജബ് മാസത്തിന്റെ ഒരു പേരാണ് ഷഹ്റുൽ ബറക, ബറക്കത്തിന്റെ മാസം. നമ്മൾ പഠിച്ചവരോട് ദുആയിരിക്കും റജബ് വന്നത് മുതൽ റബ്ബന ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും പഠിച്ചവനെ ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ റബ്ബേ. നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എന്താ ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? കുറെ മക്കൾ ഉണ്ടാവലാണോ ബറക്കത്ത്? കുറെ സമ്പത്ത് ഉണ്ടാവലാണോ ബറക്കത്ത്? അല്ലെ നാട്ടിലെ എല്ലാ സ്ഥാനങ്ങളിലും ആളുകൾ ഇങ്ങനെ കീ പോസ്റ്റിൽ പ്രതിഷ്ഠിക്കലാണോ ബറക്കത്ത്? അല്ല. ഉള്ള അനുഗ്രഹങ്ങൾ ഇഹത്തിലും പരത്തിലും ഉപകരിക്കുന്ന കോലത്തിലാകുക. ഫൈളാനുൻ ഇലാഹിയ്യുൻ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു അഭൗതികമായ സഹായം, അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞത്. ഉള്ള സമ്പത്ത് ഉപകരിക്കുന്ന കോലത്തിലാകുക, മക്കൾ കൺ കുളിർമയേകുന്ന രൂപത്തിലാകുക. അല്ലെ, മക്കളെ കൊണ്ട് ഇടങ്ങാറായിട്ട് എനിക്കിങ്ങനെ ഒരു കുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന മാതാപിതാക്കളില്ലേ? രണ്ടാഴ്ച മുമ്പ് ഒരു ഉസ്താദ് ഒരു അനുഭവം പറഞ്ഞു. ഒരു മദ്രസയിലെ ഒരു കുട്ടി എന്തോ കച്ചറ കളിച്ചിട്ട് ഉസ്താദ് അടിച്ചപ്പോ ആ കുട്ടി വീട്ടിൽ ചെന്ന് വാപ്പയോട് കാര്യം പറഞ്ഞു. അപ്പൊ ഉപ്പ ഉസ്താദിനോട് ചോദിക്കാൻ വന്നു, ഇങ്ങോട്ട് എന്തിനാ എന്റെ കുട്ടീനെ തച്ചിക്കണത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ അവനെ ഇൽമിന് വേണ്ടിയല്ലേ തച്ചത്, അദബിന് വേണ്ടിയല്ലേ തച്ചത്. അപ്പൊ ഉപ്പ പറഞ്ഞത്രേ, എനിക്ക് ഇൽമോ അദബോന്നല്ല, എനിക്ക് എന്റെ കുട്ടിയാണ് വലുത്. അങ്ങനെ പ്രതികരിച്ച് കാലം ഒരുപാട് കഴിഞ്ഞു. ഈ കുട്ടിയുടെ സ്വഭാവം മെല്ലെ മെല്ലെ മാറി. ഉപ്പാക്ക് ഭയങ്കര ഇടങ്ങാറായി. ഈ കുട്ടിയെ കൊണ്ട് ഉപ്പ വല്ലാതെ കഷ്ടപ്പെട്ടു. അവസാനം ഈ ഉപ്പ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു, ഇന്ന ആളും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല, ഈ കുട്ടി ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. ബാപ്പാക്ക് പരസ്യം കൊടുക്കേണ്ടി വന്നോ എന്ന് പത്രത്തില്. ഇക്കോലത്തിലുള്ള മക്കൾ ഉണ്ടാവലല്ല ബർക്കത്ത്, ഉള്ള കുട്ടി ഉപകരിക്കുന്ന കോലത്തിലാവലാണ്. അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മളിൽ നന്ദി ഉണ്ടാവണം. ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് നന്ദി വേണം, ആ കുട്ടി പഠിക്കുന്ന മദ്രസിനോട് നന്ദി വേണം, ആ കുട്ടി പഠിക്കുന്ന കിതാബുകളോട് നന്ദി വേണം. ശുക്ർ ഉണ്ടാവണം. ഇൻ ശകർതും ലഅസീദന്നകും, ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ നിഅമത്ത് അധികമാക്കി തരുമെന്ന് വിശുദ്ധ ഖുർആൻ. മുത്തനബിയുടെ വീട്ടിലേക്ക് ഒരു യാചകൻ വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് മുഴുവൻ പരിധി നോക്കിയിട്ട് ആകെ കിട്ടിയത് ഒരൊറ്റ ഈത്തപ്പഴമാണ്. ആ ഈത്തപ്പഴം ഈ യാചകന് കൊടുത്തു. ആ യാചകൻ പുച്ഛത്തോടുകൂടെ നോക്കി, ഞാൻ എത്ര ദൂരത്തു നിന്നാണ് ഇങ്ങനെ വരുന്നത്, എന്നിട്ട് എനിക്ക് ആകെ തന്നത് ഒരു ഈത്തപ്പഴം. തിരിച്ചു കൊടുത്തു. ആ യാചകൻ സ്വീകരിച്ചില്ല, അയാളങ്ങ് പോയി. തൊട്ടു പിന്നിൽ മറ്റൊരു യാചകൻ വന്നു. നബി തങ്ങൾ ആ യാചകനും ഇതേ ഈത്തപ്പഴം കൊടുത്തു. യാചകൻ ആ ഈത്തപ്പഴം സ്വീകരിച്ചിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, തംറത്തും മിർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഈത്തപ്പഴല്ലേ ഇത്. സന്തോഷിച്ചു, അത് കഴിച്ചു. നബി തങ്ങൾ ഒരു സ്വഹാബിയെ ഉമ്മു സലമ ബീവിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവരുടെ അടുത്തൊന്ന് പോയി നോക്കിയേ, അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കുമെന്ന് പറഞ്ഞു. 40 ദിർഹം കിട്ടി. ആ 40 ദിർഹമും ഈ യാചകന് കൊടുത്തു. ആദ്യത്തെ ആള് ഈത്തപ്പഴം കൊടുത്തു, സ്വീകരിച്ചില്ല, അയാൾക്കൊന്നും കിട്ടിയില്ല. രണ്ടാമത്തെ ആള് ഈത്തപ്പഴം നന്ദിയോടെ സ്വീകരിച്ചു, ഈത്തപ്പഴവും കിട്ടി, പ്ലസ് മുത്തനബിയുടെ കയ്യിൽ നിന്ന് 40 ദിർഹം വേറെയും കിട്ടി.
ഇതാണ് നന്ദി ചെയ്താൽ കിട്ടുന്ന ഗുണം. അള്ളാഹു നമ്മയൊക്കെ ശാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാന്റെ രണ്ടാമത്തെ അടയാളാണിത്, ശുക്ർ. മൂന്നാമത്തേത് റബ്ബിന്റെ ഖളാ എന്താണോ ഞങ്ങൾ അതിൽ പൂർണ്ണമായി തൃപ്തിപ്പെടുന്നവരാണ്. അള്ളാഹു എന്ത് തന്നാലും തൃപ്തിയാ. അള്ളാഹു പനി തന്നു, പരിഭവമില്ല. അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെട്ടു, പരിഭവമില്ല. ബിസിനസ് തകർന്നു, പരിഭവമില്ല. ഉറ്റവരോ ഉടയവരോ മരിച്ചുപോയി, പരിഭവമില്ല. റബ്ബിന്റെ ഖളാ എന്താണോ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന ആളുകളാ ഞങ്ങൾ. അല്ലെങ്കിലും ഒരു ഇടങ്ങേറ് വരുമ്പോ എന്തിനാ ഒരു വിശ്വാസി വിഷമിക്കണത്? എന്തിനാ ഒരു മുഅ്മിൻ പരിതപിക്കണത്? എല്ലാം ഖൈറാണ്. ഒരു വിശ്വാസിക്ക് കിട്ടുന്നതെല്ലാം ഖൈറാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. സർവ അധികാരങ്ങളുടെയും ഉടമസ്ഥനായ റബ്ബേ, തുത്തിൽ മുൽക മൻ തശാ, നീ ഒരാൾക്ക് നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീ കവർന്നെടുക്കുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാ, നീ ആഗ്രഹിക്കുന്നവർക്ക് ദുനിയാവിൽ വലിയ പ്രതാപം കൊടുക്കുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്ത് ചെയ്താലും ബിയദിക്കൽ ഖൈർ, അല്ലാഹുവേ നിന്നിലുള്ളതെല്ലാം ഖൈറാ, നീ തരുന്നതെല്ലാം ഖൈറാണ്. അല്ലാഹ് എന്ത് തന്നാലും ഖൈറാണ്. സമ്പത്ത് തന്നോ ഖൈറാ. പള്ളിയെ സഹായിക്കാം, മദ്രസയെ സഹായിക്കാം, നാട്ടിലെ പാവങ്ങളെ സഹായിക്കാം. ഇവിടെ പറഞ്ഞല്ലോ സോളാർ, നമ്മുടെ പള്ളിയിൽ സോളാർ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സദഖകൾ, സംഭാവനകൾ കമ്മിറ്റി ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. എല്ലാവരും അതിലേക്ക് നിറഞ്ഞ മനസ്സോടുകൂടെ സംഭാവന ചെയ്യണമെന്ന് കൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സദഖയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരുമാറാവട്ടെ. ആമീൻ. അപ്പൊ സമ്പത്ത് തന്നാ ഖൈറാണ്, സമ്പത്ത് ഇല്ലെങ്കിലോ അതും ഖൈറാണ്. കാരണം ഹദീസിൽ കാണാം, ധനികരായ മുതലാളിമാരായ ആളുകൾ സ്വർഗത്തിലെത്തുന്നതിന്റെയും 500 കൊല്ലം മുമ്പ് സ്വർഗത്തിലെത്തിയിട്ടുണ്ടാകും ദരിദ്രരായ മനുഷ്യന്മാർ, ഫഖീറായ ആളുകൾ. അവർക്ക് ഹിസാബില്ല, പടച്ചവനോട് കൂടുതൽ കണക്ക് ബോധിപ്പിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് സ്വർഗത്തിലെത്തും. അവര് പോയി പിന്നെ 500 കൊല്ലം കഴിഞ്ഞിട്ടേ ധനാഢ്യരായ ആളുകൾ സ്വർഗത്തിലെത്തുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് ഉണ്ടായാലും ഖൈറാണ്, ഇല്ലെങ്കിലും ഖൈറാണ്. ഒരാൾക്ക് അല്ലാഹു ആരോഗ്യം കൊടുത്തു, ഖൈറാണ്. അധ്വാനിക്കാം, ദീനിന് വേണ്ടി പ്രവർത്തിക്കാം, കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യാം, തൊഴിൽ ചെയ്യാം, നല്ലോണം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാം, നോമ്പ് നോൽക്കാം, ഖൈറാണ്. ആരോഗ്യമില്ലെങ്കിലോ, അസുഖം വന്നു, അതും ഖൈറാണ്. അസുഖം കാരണം അള്ളാഹു ദോഷം പുറത്തു കൊടുക്കും, രോഗം കാരണം അള്ളാഹു ദോഷം പുറത്തു കൊടുക്കും. ഏതൊരു മനുഷ്യനെയും ബാധിക്കുന്ന 2 അസുഖങ്ങളല്ലേ? തലവേദന, അതുപോലെ പനി. ഇതില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ, തലവേദന ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. ജോ സർ രഖ്താ ഹേ ദർദേ സർ രഖ്താ ഹേ, തല ഉള്ളവനൊക്കെ തലവേദന ഉണ്ടാവും. പനിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ഈ 2 അസുഖങ്ങളെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ഒരാൾക്ക് തലവേദന വന്നാൽ, ഒരാൾക്ക് പനി വന്നാൽ, ആ പനിയും തലവേദനയും ഭേദമാകലോടെ അല്ലാഹു അവന്റെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. ഏതുപോലെ നബി തങ്ങൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇരുമ്പിൽ തുരുമ്പ് വന്നാൽ നമ്മളത് കൊല്ലന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. ഒരു കൊല്ലന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. കൊല്ലൻ എന്ത് ചെയ്യും? അത് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കും. അതിങ്ങനെ ഒരു ചുവന്ന അവസ്ഥയിൽ എത്തിക്കുകയാണെങ്കിൽ പിന്നെ കൊല്ലന്റെ മുന്നിൽ ഒരു കല്ലുമല വെച്ചിട്ട് 2 മേട്ടം പോടും. അതുപോലെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിങ്ങനെ എടുക്കുമ്പോഴേക്ക് അതിന്റെ തുരുമ്പൊക്കെ പോയി അത് ഫ്രഷ് ഇരുമ്പായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നതുപോലെയാണ് തലവേദന ബാധിക്കുന്ന മനുഷ്യൻ, പനി ബാധിക്കുന്ന മനുഷ്യൻ. ഈ 2 അസുഖവും അവനിൽ നിന്നങ്ങ് വിട്ടുമാറലോടെ അല്ലാഹു അവന്റെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ വീഴുന്നത് പോലെ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമയോടെ അസുഖം സഹിച്ചു നിന്നാൽ ഒരു മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും ആ അസുഖത്തോട് കൂടെ ഇല്ലാതായി പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പനിച്ചാ മതി, അസുഖം പൊറുക്കും.
പനിച്ചാൽ അസുഖം പൊറുക്കും, വേദന വന്നാൽ അസുഖം പൊറുക്കും. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, ഹുമ്മാ ലൈല കഫാറത്തു സനാ. ഒരു രാത്രി മുഴുവൻ ഒരു മനുഷ്യന് പനിച്ചാൽ അല്ലാഹു ഒരു കൊല്ലത്തെ ദോഷം പുറത്തു കൊടുക്കുന്നതാണ്. ഒരു രാത്രി പനിച്ചാൽ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്നു. പക്ഷെ നിബന്ധന ഉണ്ട് ട്ടോ, പിച്ചും പേയും പറയരുത്. ഡോക്ടറെ കാണിക്കാൻ കുഴപ്പമില്ല, മരുന്ന് കഴിക്കാം, ഗുളിക കഴിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ രോഗം തന്ന അള്ളാഹുവിനെ കുറ്റം പറയരുത്, രോഗത്തിനെ കുറ്റം പറയരുത്. പനി വന്ന എന്താ വേണ്ടേ? നല്ല കഞ്ഞി കുടിച്ചിട്ട് വീട്ടിൽ അടങ്ങി കിടക്കുക, പുതച്ച് കിടക്കുക. നിസ്കാരത്തിന് നമ്മൾ നിസ്കരിച്ചാൽ മതി. പുതച്ച് അങ്ങനെ കിടന്നാൽ അല്ലാഹ് ദോഷം പുറത്തിരും. ഒരു രാത്രി മുഴുവൻ പനിച്ചാൽ കഫാറത്തു സനാ, ഒരു കൊല്ലത്തെ ദോഷം അല്ലാഹു പൊറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു മനുഷ്യർക്ക് കൊടുക്കുന്ന അസുഖങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അസുഖം പനിയാണ്. എന്തേ പനിച്ച രണ്ടുപകാരാണ്, ദോഷം പൊറുക്കും, പനിയല്ലേ വീട്ടിലും ഒരു പരിഗണന കിട്ടും. ഓനെ പുറത്തൊക്കൊന്നും വിടണ്ട, ഓൻ ഇവിടെ നിന്നോട്ടെ, നല്ല ഭക്ഷണം കിട്ടും, നല്ല കഞ്ഞി കിട്ടും, പുരയിൽ അങ്ങനെ അടങ്ങിയിരിക്കാം, പുതച്ച് കിടക്കാം, ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. അല്ലാഹു അതിലൂടെ ദോഷം പൊറുക്കുകയും ചെയ്യും. അസുഖം വന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എനിക്ക് പനി തരണേ അല്ലാഹ്, എനിക്ക് പനി തരണേ അല്ലാഹ്. പനിക്കും വേണ്ടി ദുആയിരുന്നു. പനിക്ക് അത്രയും വലിയ പ്രതിഫലല്ലേ, ദുആ ചെയ്തു. പക്ഷേ ഡിമാൻഡ് ഉണ്ട്. മഹാനവറുകൾ ദുആയിൽ തന്നെ പറഞ്ഞു, പടച്ചോനെ എന്റെ നിസ്കാരത്തിന് തടസ്സമാകാത്ത, എന്റെ ഹജ്ജിന് തടസ്സമാകാത്ത, ഹബീബിനോട് കൂടെയുള്ള ജിഹാദിന് തടസ്സമാകാത്ത രൂപത്തിൽ എനിക്ക് പനി തരണേ അല്ലാഹ്. സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ ദുആ ചെയ്യുകയാണ്. നമ്മളങ്ങനെ ദ്വാരക്കാൻ പാടില്ല. നമ്മൾ പടച്ചവനോട് ആരോഗ്യ ചോദിക്കണ്ടേ, നമ്മൾ ആഫിയത്തിനെ ചോദിക്കണം, ആരോഗ്യത്തിനെ ചോദിക്കണം. സ്വഹാബത്തിന് അത് ചോദിക്കാം, കാരണം അവർക്കത് സഹിക്കാനുള്ള ഈമാനുണ്ട്. ശാരീരികമായ ഫിസിക്കൽ പവർ ഇല്ലെങ്കിലും അവർക്ക് ആത്മീയമായ പവർ ഉണ്ട്, സഹിക്കാനുള്ള കെൽപ്പുണ്ട്. നമ്മൾ 2 ദിവസം പനിച്ച 3ാമത്തെ ദിവസം പറയാത്ത വർത്താനങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ അത്രേ ഉള്ളൂ. സ്വഹാബത്ത് അങ്ങനെയല്ലല്ലോ. നമ്മൾ ആഫിയത്തിന് വേണ്ടിയാണ് ദ്വാരക്കേണ്ടത്, ആരോഗ്യത്തിന് വേണ്ടിയാണ് ദ്വാരക്കേണ്ടത്. പെട്ടെന്നുള്ള മരണങ്ങളെ കുറിച്ച് കേൾക്കുന്നില്ലേ നമ്മൾ? പെട്ടെന്ന് അസുഖബാധിതരാകുന്ന മനുഷ്യന്മാരെ കുറിച്ച് കേൾക്കുന്നില്ലേ നമ്മൾ? അതുകൊണ്ട് ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. സുബ്ഹിക്ക് ഖുനൂത്ത് ഓതുമ്പോ ഉറങ്ങാതെ നല്ല മനസ്സോടെ പടച്ച റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ റബ്ബേ. രണ്ടാമത് ചോദിക്കുന്ന പ്രാർത്ഥന എന്താ? വആഫിനാ ഫീമൻ ആഫൈത്, അല്ലാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാഹ്. ഉറക്കത്തിലല്ല ഇത് പറയേണ്ടത്, ഉന്മേഷമുള്ള മനസ്സോടെ ദ്വാരക്കണം. ഉന്മേഷമുള്ള മനസ്സോടെ ആഫിയത്തിനെയാ പഠിച്ചവനോട് ചോദിക്കണത്. ഇന്ന് വരെ നല്ല നിലക്ക് കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനാ നാളെ പ്രഭാതത്തിൽ 2 കിഡ്നിയും വീക്കായിട്ട് അത്യാസന്ന നിലയിലാണ്, ചിലപ്പോ വെന്റിലേറ്ററിലാണ്, ICUവിലാണ് എന്നൊക്കെ നമ്മൾ കേൾക്കണത് അല്ലേ? ഏകദേശം 1 വർഷം മുമ്പ് എന്റെ നാടിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ ബസ് ഡ്രൈവറാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം വരെ ബസ് ഓടിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെയാണ് കാലിന് എന്തോ ഒരു വേദന വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെക്കപ്പുകൾ നടത്തിയപ്പോൾ 2 കിഡ്നിയും വീക്കാണ്. വ്യാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിട്ട് ആ സുഹൃത്ത് മരിച്ചു. ചൊവ്വാഴ്ച വരെ ഒരു കുഴപ്പമില്ല. തൊട്ടടുത്ത ദിവസമാണ് മാരകമായ അസുഖത്തിന് അടിമയായിരുന്നു ആ മനുഷ്യനെന്ന് തിരിയണത്, മരിച്ചു. പെട്ടെന്നുള്ള മരണങ്ങൾ. അതുകൊണ്ട് ആത്മാർത്ഥമായി പടച്ചവനോട് ആഫിയത്തിനെ ചോദിക്കണം. സല്ലല്ലാഹുൽ ആഫിയ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് ആഫിയത്തിനെ ചോദിക്കണേ, ആരോഗ്യത്തെ ചോദിക്കണേ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ഞങ്ങൾ എന്താണ് ആ സമയത്ത് ദുആ ചെയ്യേണ്ടത്, എന്താ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടത്? പ്രവാചകർ പറഞ്ഞു, സല്ലല്ലാഹുൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവോട് ആഫിയത്തിനെ ചോദിക്കണേ, ആരോഗ്യം ചോദിക്കണേ.
ഈമാൻ കഴിഞ്ഞാൽ, ഹിദായത്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്, ആഫിയത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ആഫിയത്തിന് വേണ്ടി അത് വരക്കേണ്ടത്. ഇപ്പൊ ഞങ്ങളൊരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യൻ അസുഖം ബാധിച്ചിട്ട് ശരീരമാകെ മെലിഞ്ഞ് ശുഷ്കിച്ച് ശോഷിച്ച് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആയിട്ടുണ്ട്. ഇമാം റാസി തങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്താ പടച്ചവനോട് ദുആ ഇറക്കണത്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അള്ളാഹിനോട് ദുആ ഇറക്കണത് എന്താണെന്നറിയോ? പടച്ചോനെ, ആഖിറത്തിൽ എന്തെങ്കിലും ശിക്ഷ നീ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ അതൊക്കെ ഭൂമിയിൽ തന്നെ തരണേ, ഇതാണ് എന്റെ ദുആ എന്ന് പറഞ്ഞു. ആഖിറത്തിൽ ഉദ്ദേശിച്ച് ശിക്ഷകളെല്ലാം എനിക്ക് ഭൂമിയിൽ നിന്ന് തരണേ എന്നാണ് ഞാൻ പടച്ചവനോട് ദുആ ഇറക്കണത്. ഞങ്ങൾ പറഞ്ഞു, ഇന്നകും ലാ തുതീഖൂന ദാലിക, അങ്ങനെ ദുആ ഇറക്കരുത്, നിങ്ങൾക്ക് അതിന് കഴിയില്ല, അത് സഹിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല. മറിച്ച് നിങ്ങൾ ദുആ ഇറക്കേണ്ടത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇഹത്തിലും പരത്തിലും നല്ല ജീവിതം ഉണ്ടാകാനാ പടച്ചറപ്പിനോട് ദുആ ചെയ്യേണ്ടത്. ഇവിടെയും നല്ല ജീവിതം കിട്ടണം, ആഖിറത്തിലും നല്ല ജീവിതം കിട്ടണം. പടച്ചോനെ, അവിടുത്തെ ശിക്ഷയൊക്കെ ഇവിടുന്ന് തരണേ എന്ന് ദുആ ഇറക്കാൻ പാടില്ല, ആഫിയത്തിനെയാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആഫിയത്തിന് ദുആ ഇറക്കേണ്ടത്, രോഗത്തിന് ദുആ ചെയ്യാൻ പാടില്ല. ഈ സ്വഹാബി ദുആ ചെയ്തു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ എനിക്ക് പനി തരണേ അല്ലാഹ്, നിസ്കാരത്തിനോ ഹബീബിനോട് കൂടെയുള്ള ജിഹാദിനോ ഹജ്ജ് ഉംറകൾക്കോ തടസ്സമാകാത്ത, പ്രയാസം സൃഷ്ടിക്കാത്ത പനി എനിക്ക് തരണേ അല്ലാഹ്. മഹാനവറുകൾ ദുആ ചെയ്യുകയാ, അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. സ്വഹാബത്ത് പറയുന്നുണ്ട്, എപ്പോൾ ശരീരത്തിൽ കൈവച്ചാലും വജദ്നാ ഫീഹി ഹർറൽ ഹുമ്മാ, പനിയുടെ ചൂട് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഞങ്ങൾ എത്തിക്കാറുണ്ടായിരുന്നു. മരിക്കുന്നത് വരെ എപ്പോഴും പനിയാണ്, എപ്പോഴും പനി. പനിച്ചാൽ അല്ലാഹു അസുഖം പൊറുക്കുന്നതാണ്. എന്തിനാ അങ്ങോട്ടൊക്കെ പോകണത്? പനിയെ കുറിച്ചൊന്നും പറയണ്ട, ഉറുമ്പ് കടിച്ചാൽ അല്ലാഹു ദോഷം പൊറുക്കുന്നതാ. ഉറുമ്പ് കടിച്ചാൽ, കൊതുക് കടിച്ചാൽ, ഒരു ജലദോഷം വന്നാൽ അല്ലാഹു ദോഷം പൊറുക്കും. ഇമാം ബൈലാവി ധരിക്കുന്ന ഹദീസ് കാണാം, ഉറുമ്പ് കടിച്ചാലും പഠിച്ചോൻ ദോഷം പൊറുക്കും. അല്ലേ? മുറ്റത്ത് ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ മഴ പെയ്തൊരു സമയം കൂടെ ആവുമ്പോൾ പ്രാണികളുടെ ശല്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അള്ളാഹ് അതിലൂടെയൊക്കെ ദോഷം പൊറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ എന്തിനു വിഷമിക്കണം? ഒരു പ്രയാസം വരുമ്പോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നമ്മൾ എന്തിന് മാനസികമായി നൊമ്പരപ്പെടണം? നമ്മൾ എന്തിന് വേദനിക്കണം? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങൾ ഖൈറാ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ ഖൈറാ. രണ്ട് മെച്ചങ്ങളാ അതുകൊണ്ട് കിട്ടുക, രണ്ട് ഗുണങ്ങൾ അതിലുണ്ട്. ഒന്ന്, ദോഷം പൊറുക്കും. രണ്ട്, ഞാൻ നിസ്സഹായനാണ് എന്ന ബോധം വിശ്വാസിയിൽ ഉണ്ടാവും. എനിക്ക് തടിയുണ്ട്, നാലാൾക്കാരെ തല്ലാനുള്ള കഴിവുണ്ട്, ശരിയാണ്. പക്ഷെ ഒന്ന് പനിച്ചാൽ എനിക്കത് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒരു ജലദോഷം വന്നാൽ എനിക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒരു പ്രയാസം വന്നാൽ എനിക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ആ ഒരു ബോധം ഉണ്ടാവും. അതിന്റെ വലിയ നിഅമത്തല്ലേ, അതുതന്നെ വലിയ അനുഗ്രഹല്ലേ. സാന്ദർഭികമായി പറയട്ടെ, സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. എല്ലാവരും നല്ലൊരു സഹായം, ഒരു നല്ല സ്വതക്ക ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം എന്ന് വിനീതമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാവട്ടെ. ആമീൻ. ഫിർഔൻ ചില ചരിത്ര രേഖകൾ പ്രകാരം 80 കൊല്ലമാ ഫിർഔൻ ഭരിച്ചത്. ഇനി ചിലയിടങ്ങളിൽ 400 എന്നൊക്കെ അതും കാണുന്നുണ്ട്. ഇത്ര കൊല്ലം ജീവിച്ചിട്ട് ഫിർഔന് ഒരിക്കൽ പോലും ജലദോഷം വന്നിട്ടില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫിർഔൻ പനി ബാധിച്ചിട്ടില്ല, ചുമ വന്നിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും നല്ല ഫിസിക്കൽ പവർ ഉണ്ടായിരുന്നു ഫിർഔന്. ഈ പവർ കാരണത്താലാണ് ഫിർഔൻ ഞാൻ ദൈവമാണ് എന്ന് പോലും വാദിച്ചത് എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഒരു അസുഖമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ശരീരം, അതിൽ വഞ്ചിതനായിട്ടാണ് ദൈവികത പോലും വാദിക്കാൻ ഫിർഔൻ വന്നതെങ്കിൽ ഒരു വിശ്വാസിയെ വിനയാന്യതനാക്കാനുള്ള ഒരവസരം കൂടിയാണ് അസുഖം വരുന്നതിലൂടെ അവനെ ലഭ്യമാകുന്നത്.
അതുകൊണ്ട് അവൻ തളരരുത്, അവൻ തകരരുത്, മാനസികമായി പ്രയാസപ്പെടരുത്. രോഗം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. അല്ലാഹുവേ, നീ തരുന്നതെല്ലാം ഖൈറാ. എത്ര വലുതാണെങ്കിലും അതൊക്കെ ഖൈറാണ്. അതിന്റെ പിന്നിൽ എന്തോ വലിയ നന്മകൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അസുഖം വന്നാൽ പിന്നിൽ വലിയ നന്മ പടച്ചുറപ്പ് കാത്തു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്കറിയുമോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ് ആയിരുന്നു മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അല്ലാഹു അവിടുത്തെ ഉഖ്റവിയായ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന്റെ നാട്ടിൽ ഒരു കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിന്റെ ഭാഗമായി വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു വണ്ടി ആക്സിഡന്റ് ആയി മറിഞ്ഞു. ജീപ്പിലാണ് യാത്ര ചെയ്തിരുന്നത്. ജീപ്പ് മറിഞ്ഞു, ഒരുപാട് ആളുകൾ മരിച്ചുപോയി. മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ 2 പെൺമക്കൾ മരിച്ചു പോവുകയാണ്. ആക്സിഡന്റിൽ മരിച്ചു, 2 പെൺമക്കൾ മരിച്ചു. ഉസ്താദ് പട്ടിക്കാടാണ്, ജാമിയയിലാണ്. അവിടെ നിന്നാണ് വിവരം കിട്ടുന്നത്. ദർസൊക്കെ തീർന്നതിന് ശേഷം വീട്ടിലേക്ക് ചെന്നു. 14-15 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളാണ് മരിച്ചത്. വീട്ടിലെത്തിയപ്പോ ഒരു മകളുടെ ജനാസ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഉപ്പാന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിക്കൂ. തന്റെ പ്രിയപ്പെട്ട 2 മക്കള് മരിക്കുമ്പോ ആ ഉപ്പാന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാകും? ആ പിതാവിന്റെ മനസ്സ് എത്രത്തോളം നൊമ്പരപ്പെടുന്നുണ്ടാകും? പ്രിയപ്പെട്ട ഒരു മകളുടെ ജനാസ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാ. അപ്പോഴതാ വീട്ടിലേക്ക് കയറി വരുന്നു ഒരു കാലത്തെ മുസ്ലിം ഉമ്മത്തിന്റെ നായകനായിരുന്ന മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു തആല മർഖദഹു. ശിഹാബ് തങ്ങൾ വന്നു ആ വീട്ടിക്ക്. തങ്ങൾ ചോദിച്ചു, ഉസ്താദേ, മയ്യത്ത് എടുക്കല്ലേ? മയ്യത്ത് എടുക്കല്ലേ? മഹാനായ കാളമ്പാടി ഉസ്താദ് മഹാനായ തങ്ങളോട് പറയാണ്, തങ്ങളെ, ഒരുത്തിയല്ലേ വന്നിട്ടുള്ളൂ, മറ്റോളും കൂടി ഇങ്ങെത്തിക്കോട്ടെ. ഏതായാലും പറഞ്ഞയക്കാണല്ലോ, 2 ആളെയും ഒന്നിച്ചു പറഞ്ഞയക്കാലോ. മലപ്പുറം സ്ലാങ്ങിൽ അങ്ങ് പറഞ്ഞു, ഒരുത്തിയല്ലേ വന്നുള്ളൂ, മറ്റോളും കൂടി ഇങ്ങോട്ട് എത്തട്ടെ, ഏതായാലും പറഞ്ഞയക്കല്ലേ, 2 ആളെയും ഒരുമിച്ച് പറഞ്ഞയക്കാലോ എന്ന് പറഞ്ഞു. കേട്ടവര് കരഞ്ഞുപോയി. ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ആളുകളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. പക്ഷേ കാളമ്പാടി ഉസ്താദ് കരഞ്ഞില്ല, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചില്ല. വേദനിക്കാത്തത് കൊണ്ടല്ല, മാനസികമായ ടെൻഷൻ ഇല്ലാത്തത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ ഖളായിലുള്ള തൃപ്തിയാണ്. മക്കളെ പടച്ചോൻ തന്നതല്ലേ, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മക്കളെ കൊണ്ടുപോവുകയും ചെയ്തല്ലോ. ഒരാളുടെ കുട്ടി മരിച്ചു പോവുകയും ആ കുട്ടിയുടെ മരണത്തിൽ ആ മനുഷ്യൻ ഉപ്പ ഉമ്മ ക്ഷമ കൈകൊള്ളുകയും ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഈ മാതാപിതാക്കൾക്ക് ഒരു ഭവനം പണിതു വെക്കുന്നതാണ്. വസമ്മാഹു ബൈത്തുൽ ഹംദി, ആ കൊട്ടാരത്തിന്, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് അല്ലാഹു പേര് വെക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി മരിച്ചാലും മാതാപിതാക്കൾക്ക് അത് ഖൈറാണ്. അതിന്റെ പിന്നിലും പടച്ചോൻ കൊടുക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. ഉസ്താദ് കരഞ്ഞില്ല, 2 മക്കള് മരിച്ചിട്ട് കരഞ്ഞില്ല. കാരണം ഒരു വിശ്വാസിയുടെ അടയാളമാണത്. റബ്ബിന്റെ ഖളാ എന്താണോ അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്, അതിൽ 100% സംതൃപ്തനാണ്. അത് വിശ്വാസിയുടെ അടയാളാണ്. ആ അടയാളം മനസ്സിലാക്കാൻ പറ്റുന്ന മാർഗാണ് അവന്റെ ചുണ്ടിൽ അൽഹംദുലില്ലാ വരും എന്നത്. ഇടങ്ങേറ് വന്നാലും പറയും അൽഹംദുലില്ലാ, പ്രയാസം വന്നാലും പറയും അൽഹംദുലില്ലാ. ഹദീസിൽ കാണാം, അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നതി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആളുകൾ അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹുവിനെ സ്തുതിക്കുന്ന മനുഷ്യന്മാരാണ്. എടങ്ങേറ് വന്നാലും അവർ ഹംദ് ചൊല്ലും, പ്രയാസം വന്നാലും ഹംദ് ചൊല്ലും, സന്തോഷം കിട്ടിയാലും ഹംദ് ചൊല്ലും. 2 സമയങ്ങളിലും അല്ലാഹ്ക്ക് ഹംദ് ചൊല്ലുന്ന മനുഷ്യന്മാരില്ലേ, അവർ സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അല്ലാഹുവിന്റെ ഉഖ്റവിയായ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉസ്താദ് അവർക്ക് വായിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. വായയുടെ വലതുഭാഗത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാൻസർ വന്നു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി, RCCയിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ ഉസ്താദിന്റെ കൂടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേഷ്യന്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, സംഗതി ക്യാൻസറാണ്. ക്യാൻസർ സ്ഥിരീകരിച്ചു. കൂടെ ഉള്ളവർ പറഞ്ഞു, ഞങ്ങളോട് പറയണ്ട, പേഷ്യന്റിനോട് തന്നെ പറഞ്ഞേക്കും, രോഗിയോട് തന്നെ പറഞ്ഞേക്കും. വലിയ അസുഖങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഡോക്ടർമാർ നേരെ പേഷ്യന്റിനോട് പറയില്ലല്ലോ. പക്ഷെ കൂടുള്ള ആളുകൾ പറഞ്ഞപ്പോ ഡോക്ടേഴ്സ് ഉസ്താദിനോട് തന്നെ പറഞ്ഞു, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, വായിൽ ക്യാൻസറാണ്. കേട്ടപാടെ ആ സാത്വികനായ സൂഫി വര്യനായ മനുഷ്യൻ പറയുകയാ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാഹ്ക്ക് ഹംദ് ചൊല്ലുകയാ. ഇത് കണ്ട ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ടു പോയി. ക്യാൻസർ എന്ന് കേൾക്കുമ്പോ വാവിട്ട് കരയുന്ന രോഗികളെയാ അവർ കാണാറുള്ളത്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോ മതിമറന്ന് കരയുന്ന ആളുകളെയാ കാണാറുള്ളത്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോ ബോധരഹിതരാകുന്ന ആളുകളെയാ അവർ കാണാറുള്ളത്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിന്നു പോകുന്ന മനുഷ്യന്മാരെയാ അവർ കാണാറുള്ളത്. അതിനിടയിൽ ഇതാ ഒരു മനുഷ്യൻ എന്റെ അസുഖം ക്യാൻസർ ആണെന്ന് കേട്ടപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഒരു ഭാവമാറ്റമില്ല. ക്യാൻസറാന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ്. ഡോക്ടേഴ്സ് പറഞ്ഞു, പ്രശ്നക്കാരൊന്നുമില്ല, ഒരു ഓപ്പറേഷൻ വേണം, ഓപ്പറേഷനിലൂടെ സുഖപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ക്യാൻസർ എന്ന് കേട്ടപ്പോഴും കരഞ്ഞില്ല. തന്റെ വായിൽ ഓപ്പറേഷൻ വേണം, സർജറി വേണമെന്ന് പറഞ്ഞപ്പോഴും കരഞ്ഞില്ല. പക്ഷേ കരഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ താടി വടിക്കണം, മുഖത്തുള്ള രോമങ്ങളെ ഒഴിവാക്കണം. ഇത് പറഞ്ഞപ്പോൾ കരഞ്ഞു. എന്റെ ഹബീബിന്റെ സുന്നത്തല്ലേ, വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന തിരുസുന്നത്താണല്ലോ, ഇത് വടിക്കരുത്, ഇത് വടിക്കുമെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ വേണ്ട ആവശ്യമില്ല. താടി വടിക്കുകയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. കരഞ്ഞു. പാണക്കാട് നിന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു, സാറേ എങ്ങനെ പറയരുത്, വഴങ്ങണം, താടി വടിക്കണം എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞതല്ലേ, എന്നാൽ ഒരു ഭാഗത്തെ താടി മാത്രം വടിച്ചാൽ മതി, മറ്റേ ഭാഗത്തുള്ളത് തുടരുത് എന്ന് പറഞ്ഞു. ഒരു ഭാഗത്തെ താടി മാത്രം നീക്കി അവിടെയാണ് ഓപ്പറേഷൻ ചെയ്തിരുന്നത്. സന്തോഷത്തിന്റെ നേരത്ത് നമ്മളൊക്കെ ഹംദ് ചൊല്ലാറുണ്ട്. തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരാള് നല്ല ജോലി കിട്ടിയ ഹംദ് ചൊല്ലൂലേ? പരീക്ഷ എഴുതി കഴിഞ്ഞ ഒരാള് റിസൾട്ട് വന്നു, നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ടെങ്കിൽ ഹംദ് ചൊല്ലൂലേ? കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി കുട്ടികളില്ലാത്ത ആൾക്ക് കുട്ടി വന്നാൽ സന്തോഷം ഉണ്ടാകൂലേ? ഹംദ് ചൊല്ലൂലേ? എന്നാൽ സന്തോഷത്തിന്റെ രംഗത്ത് മാത്രമല്ല, ദുഃഖമുണ്ടാകുമ്പോൾ ഹംദ് ചൊല്ലുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി വെളിയാളം കിട്ടുകയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എവിടെയെന്നറിയോ? അസുഖം ബാധിക്കുമ്പോൾ നമ്മളെ കാണാൻ വരും ആൾക്കാർ. കാണാൻ വരല് സുന്നത്താണ്, ഇയാദത്തുൽ മരീദ് സുന്നത്താണ്. രോഗിയുടെ അടുത്ത് നിൽക്കുന്നിടത്തോളം ഒരു സ്വർഗത്തോപ്പിലാണ് അവൻ നിലകൊള്ളുന്നത് എന്നൊക്കെ ഹദീസിൽ കാണാം. രോഗിക്ക് സമാധാനം ഉണ്ടാകണ വർത്താനങ്ങൾ പറയണം, അവന് ശുഭപ്രതീക്ഷ കൊടുക്കണം, ഈ അസുഖം ഒരു പ്രശ്നമല്ല എന്നവനെ ധരിപ്പിക്കണം. ഇതൊക്കെ കാണാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. പക്ഷെ അവർ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്, എന്താ ചെയ്തത്? അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങും, എന്നെ ഡോക്ടറെ കാണിച്ചു, 500 രൂപ ചെലവായി, ഒരു മാറ്റവും ഇല്ല. പിന്നെ അപ്പുറത്ത് കാണിച്ചു, അവിടെ 5000 രൂപ ചെലവായി, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇന്നലെ ഇപ്പൊ ഒരു ഡോക്ടറെ കാണിച്ചിക്കണ്, അവിടെ 25,000 ചെലവായിക്കണ്, എന്താവും അറിയില്ല. ഇങ്ങനെ നമ്മൾ പറയാ, ഇങ്ങനല്ലേ പറയാ? സത്യത്തിൽ അതൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. കാണാൻ വരുന്നവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം, അത് അവന്റെ ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, നിങ്ങൾ ഇതുവരെയ്ക്ക് ബസ് അവിടെ നിർത്താം. ചിലപ്പോൾ കാണാൻ വന്നവൻ അതിലും വലിയ രോഗിയായിരിക്കും.
ഓനോട് എനിക്ക് 25,000 ചെലവായി എന്ന് പറയുമ്പോൾ മനസ്സ് പറയുന്നുണ്ടാവും, എൻ്റെ ചെങ്ങായി എനിക്ക് 25 ചെലവായത്, ഞാൻ 2.5 ലക്ഷമാണ് ഇപ്പൊ ഇന്നലെ വീട് ചെലവാക്കിക്കിടന്നത്, എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ മനസ്സിൽ പറയുന്നുണ്ടാവും. അങ്ങനെ പറയാൻ നിൽക്കരുത്. കാണാൻ വരുന്നവനോട് അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്, അൽഹംദുലില്ലാ ഇത്ര പറയാ. ഹംദ് പതിവാക്കുക. ഇടങ്ങേറ് വരുമ്പോഴും ഹംദ് പതിവാക്കുക. അവർ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ രംഗത്തും മനുഷ്യനൊരു വിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുന്നത് വലിയ പ്രതിഫലമാണ്. എത്രത്തോളം എന്നറിയോ? എത്രത്തോളം? ഒരൊറ്റ ഹദീസ് കൂടെ പറയാം. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിനദ്ദുനൂബി ദംബൻ, തെറ്റുകളുടെ കൂട്ടത്തിൽ, ദോഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദോഷമുണ്ട്. ലാ യുകഫിറുഹു സ്വലാത്തു വലൽ സകാത്തു വലൽ സൗമു വലൽ ഹജ്ജു. ആ ദോഷം നിസ്കരിച്ചാൽ പഠിച്ചോൻ പൊറുക്കൂല, ഹജ്ജ് ചെയ്താലും പൊറുക്കൂല, നോമ്പ് നോറ്റാലും പൊറുക്കൂല, സകാത്ത് കൊടുത്താലും പൊറുക്കൂല. അങ്ങനത്തെ ഒരു കുറ്റമുണ്ട്, അങ്ങനെയുള്ളൊരു തെറ്റുണ്ട്. പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ പിന്നെ എന്താണ് ആ ദോഷം പൊറുക്കാനുള്ള മാർഗം? നിസ്കരിച്ചാലും പൊറുക്കൂല, നോമ്പോറ്റാലും പൊറുക്കൂല, ഹജ്ജ് ചെയ്താലും സകാത്ത് കൊടുത്താലും ഒന്നും പൊറുക്കാത്തൊരു പാതകം, അതിനെ പൊറുപ്പിക്കാൻ എന്താ മാർഗം? വിധങ്ങൾ പറഞ്ഞു, ലാ യുകഫിറുഹു ഇല്ലൽ ഹമ്മു. ആ ദോഷം പൊറുക്കണമെങ്കിൽ മാനസികമായ ടെൻഷൻ ഉണ്ടാകണം. ടെൻഷൻ കൊണ്ട് മാത്രമേ ആ അസുഖം പൊറുക്കുള്ളൂ, ആ രോഗം, ആ ദോഷം പൊറുക്കുള്ളൂ. ടെൻഷനോട് ദോഷം പൊറുക്കും, ടെൻഷനോട് ദോഷം പൊറുക്കും. ടെൻഷൻ ഇല്ലാത്തവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? കല്യാണം കഴിഞ്ഞാൽ ടെൻഷൻ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏറെ ടെൻഷൻ അല്ലേ? കുട്ടികളുണ്ടായ ടെൻഷൻ, ഇല്ലെങ്കിലും ടെൻഷൻ. ഇനി കുട്ടീനെ കല്യാണം കഴിഞ്ഞാലും ടെൻഷൻ, ഇല്ലെങ്കിലും ടെൻഷൻ. ടെൻഷനല്ലേ? തൊഴിൽ തേടിയിട്ട് വിദേശത്ത് പോകുന്ന പ്രവാസികളായ ആളുകൾക്ക് അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാ? ഒരുപാട് പരീക്ഷകൾ എഴുതി സർട്ടിഫിക്കറ്റിന്റെ കൂമ്പാരവുമായിട്ട് നിരന്തരമായി തൊഴിൽ തേടി കയറി ഇറങ്ങണ സാധുക്കളായ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാ? ജീവിതോപാധി തേടിയിട്ട് പോകുമ്പോ ഉണ്ടാകുന്ന ടെൻഷൻ, ആ ടെൻഷൻ കൊണ്ടുപോലും അള്ളാഹു ദോഷം പൊറുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പോലും ദോഷം പൊറുക്കും. ഇനി ചില മനുഷ്യന്മാർക്ക് അള്ളാഹു മാരകമായ പരീക്ഷണങ്ങൾ കൊടുക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കിഡ്നിയും ഫെയിലാണ്, അല്ലെങ്കിൽ ശ്വാസകോശത്തിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചില മനുഷ്യന്മാരില്ലേ, ശ്വാസകോശത്തിന്റെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മിക്കവാറും ലാസ്റ്റ് സ്റ്റേജിലാണ്, അത് അറിയന്നെ ചെയ്യാം. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഇപ്പോൾ അങ്ങനെ അസുഖം ബാധിച്ചിട്ട് എറണാകുളത്താണ്, കീമോ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളൊക്കെ ദ്വാരക്കണം, അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ആരോഗ്യപൂർണമായ ജീവിതം. പെട്ടെന്നാണ് എന്തോ ഒരു ശ്വാസ തടസ്സവും പ്രഷർ കൂടലും ഒക്കെ വന്നത്. പരിശോധന നടത്തി നോക്കുമ്പോൾ ശ്വാസകോശത്തിന് ക്യാൻസറാണ്, അതിനെ ഫുള്ള് സ്പ്രെഡായിട്ടുണ്ട്, 4th സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കീമോ സ്റ്റാർട്ട് ചെയ്തു, 3-4 കീമോ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ മാരകമായ അസുഖം കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അവരെന്ത് ചിന്തിക്കണമെന്നറിയോ? അള്ളാഹ് എന്നെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹ് എന്നോട് വല്ലാത്ത മുഹബ്ബത്താണ്. മുഹബ്ബത്ത് കൂടിയിട്ടാണ് അള്ളാഹു മാരകമായ പരീക്ഷണം കൊടുക്കുന്നത്. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം ഒരിക്കൽ തന്റെ ഒരു സ്നേഹിതനൊത്ത് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോ പെട്ടെന്ന് കാട്ടിൽ നിന്നൊരു സിംഹം തന്റെ സ്നേഹിതന്റെ മേൽ ചാടി വീണു. ആ മനുഷ്യനെ പീസാക്കിയിട്ട് കൊന്നുകളഞ്ഞു. ഈസാ നബിക്ക് വല്ലാത്ത വിഷമായി, മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം. തന്റെ ആത്മമിത്രമാണ്, ക്ലോസ് ഫ്രണ്ടാണ്. സിംഹം ഇങ്ങനെ പച്ചക്ക് കീറി എറിഞ്ഞിരിക്കുകയാണ് ആ മനുഷ്യനെ. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ എന്തിനാ റബ്ബേ ആ മനുഷ്യനെ ഇങ്ങനെ ഒരു പരീക്ഷണം നീ കൊടുത്തത്? എന്റെ ഇഷ്ടപ്പെട്ട സ്നേഹിതൻ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ. അള്ളാഹു ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയെ ആ മനുഷ്യൻ നല്ല ആളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരിടം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരിടം അദ്ദേഹത്തിന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് എത്താൻ മാത്രമുള്ള ഇബാദത്ത് ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല, അത്രമാത്രം നിസ്കരിച്ചിട്ടില്ല, അത്രമാത്രം നോമ്പ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന് ഒരു പരീക്ഷണം കൊടുത്തു, നല്ലൊരു വേദന കൊടുത്തു. സിംഹം ആ മനുഷ്യനെ കൊന്നു കളയലോടുകൂടെ ഞാൻ ആദ്യമേ തയ്യാറാക്കി വെച്ച സ്വർഗത്തിന്റെ ആ ഉന്നതങ്ങളിലേക്ക് ഞാൻ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയുണ്ടായി.
ഇതൊരു ഹദീസാണ്. ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരിടം ഒരുക്കി വെക്കുന്നതാണ്, ഒരു ഭവനം പണിതു വെക്കും. എന്നിട്ട് അള്ളാഹു ഓന്റെ അമലുകളൊക്കെ നിരീക്ഷിക്കും. ഓന്റെ നിസ്കാരം, ഓന്റെ നോമ്പ്, ഓന്റെ സ്വതക്കകൾ, ഓന്റെ ദാനധർമ്മങ്ങൾ, ഓന്റെ ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ എല്ലാം പടച്ചോൻ നോക്കും. ഈ ഭവനത്തിലേക്ക് എത്താവുന്ന അത്ര അമൽ ഓന് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു പിന്നെ മാരകമായ പരീക്ഷണമാണ് ഓന് കൊടുക്കുക. സ്ട്രോക്ക് വരും, 2 കിഡ്നിയും ഫെയിലാവും, അല്ലെ മാരകമായ ക്യാൻസർ വരും. അപ്പൊ അവനങ്ങനെ സഹിച്ച് ക്ഷമിച്ച് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് അങ്ങനെ കിടന്ന് ആ അസുഖബാധിതനായി അങ്ങ് മരിച്ചുപോയാൽ അള്ളാഹു അവനെ നേരെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്കായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിശ്വാസികളായ നമ്മൾ ഒരു ടെൻഷൻ അടിച്ച് കഴിയേണ്ടവരല്ല. പ്രയാസങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ആവലാതി പറഞ്ഞ് സമയം കളയേണ്ടവരല്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ അള്ളാഹു വലിയ ഖൈറ് വെച്ചിട്ടുണ്ട് എന്ന് ഉറച്ച മനസ്സോടെ നിലകൊള്ളേണ്ടവരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ 2 ദിക്ർ കൂടെ പറയാം. 11:30 മണിയാവുകയാണ് സമയം. 2 ദിക്ർ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട 2 ദിക്ർ. ഒന്ന്, ഒരു പ്രയാസം വന്നാൽ നമ്മൾ ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തെക്കാൾ എത്രയോ നല്ല ഖൈറ് അള്ളാഹു പിന്നിൽ തരും എന്നുള്ളതാണ്. ഇത് ഹദീസാണ്. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള ദിക്റാണിത്. ആ ദിക്ർ വളരെ ചെറിയൊരു ദിക്റാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാള്, ഒരു ബിസിനസ് തകർന്ന് കോടികൾ നഷ്ടത്തിലായി ടെൻഷൻ അടിച്ച് കഴിയുന്ന ഒരാൾ ദ്വാരക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി. അല്ലാഹുവേ, എന്റെ മുസീബത്തിൽ എനിക്ക് നീ കൂലി തരണേ അല്ലാഹ്. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ മുസീബത്തിനേക്കാൾ നല്ലത് നീ എനിക്ക് പകരമായിട്ട് തരണേ റബ്ബേ എന്നൊരാൾ ദുആ ചെയ്താൽ അബ്ദലഹുല്ലാഹു ഖൈറൻ മിൻഹാ. ആ മുസീബത്തിനേക്കാൾ നല്ലത് അല്ലാഹു അവന് പകരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം മുസ്ലിം തങ്ങൾ പറയുന്ന ഒരു ചരിത്രം കാണാം. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, അവരുടെ ഭർത്താവാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വന്നു അബൂ സലമ റളിയല്ലാഹു അൻഹു. എന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് നിസ്കാരത്തിന് ശേഷം പ്രവാചകർ പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചിരുന്നു, വഅദ് പറഞ്ഞിരുന്നു. ആ വഅദിൽ നബി തങ്ങൾ ഇങ്ങനെ ദിക്ർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കൊരു ഇടങ്ങേറ് വരികയും ഈ ദിക്ർ ചൊല്ലുകയും ചെയ്താൽ അവന് ഇടങ്ങേറിനേക്കാൾ നല്ലത് പഠിച്ചോം പിന്നീട് കൊടുക്കും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഈ ദിക്ർ തന്റെ ഭാര്യയായ ഉമ്മു സലമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അബൂ സലമ റളിയല്ലാഹു അൻഹു നബിയോട് കൂടെ യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധക്കളത്തിൽ അബൂ സലമ ഷഹീദായി. വിവരം ഭാര്യയായ ഉമ്മു സലമ ബീവിക്ക് കിട്ടി. മഹദിക്ക് വല്ലാത്ത ദുഃഖമായി. പക്ഷേ വീട്ടിലിരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഭർത്താവ് പഠിപ്പിച്ചെന്നത്? ദിക്ർ ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി. അല്ലാഹുവേ, എന്റെ മുസീബത്തിൽ എനിക്ക് നീ കൂലി തരണേ അല്ലാഹ്. എന്റെ ഭർത്താവ് എന്നോട് വിട പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വിധവയായി തീർന്നിരിക്കുകയാണ്, എനിക്ക് നീ കൂലി തരണേ അല്ലാഹ്. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇതിനേക്കാൾ നല്ലത് എനിക്ക് നീ പിന്നിൽ തരണേ റബ്ബേ. പടച്ചവനോട് ദുആയിരുന്നു. ഉമ്മു സലമ ബീവി പറയാ, എന്താ ചോദിക്കണത്? മുസീബത്തിനേക്കാൾ നല്ലത് തരണം എന്നാണ്. നല്ലത് കിട്ടണമെങ്കിൽ അബൂ സലമയേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടണ്ടേ? ഫഅയ്യുൻ ഖൈറുൻ മിൻ അബീ സലമ. അബൂ സലമയേക്കാൾ നല്ല ഏത് മനുഷ്യനാ ലോകത്തുണ്ടാകുക? ഞാൻ എങ്ങനെ ആലോചിച്ചു. സലമ ബീവി പറയാ, ഞാൻ ആലോചിച്ചു, അതിന് നല്ലൊരു മനുഷ്യൻ എനിക്ക് എവിടുന്നാ കിട്ടുക? ഒരു സുപ്രഭാതത്തിൽ മഹദിയുടെ വീട്ടിലേക്ക് വരികയാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ വന്നത്? മഹദിയോട് കല്യാണാലോചന നടത്താനാ. മഹദി സമ്മതിച്ചു. 100 വട്ടം സമ്മതമാണെന്ന് പറഞ്ഞു. മഹദിയെ ഹബീബ് കല്യാണം കഴിച്ചു. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പ്രധാനിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. മഹദിക്ക് നബി തങ്ങളെ ഭർത്താവായി കിട്ടാൻ കാരണം ഈ ദിക്റാണ്.
അതുകൊണ്ട് എന്തടങ്ങേറ് വന്നാലും ഈ ദിക്റ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു ഖൈർ തരും, ഉറപ്പാണ്. ഒന്ന് ചൊല്ലി. ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവും. ഉസ്താദുമാരോട് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും, അവരെ എഴുതി തരും. അത് പഠിച്ചു വെക്കണം, എടങ്ങേറ് ഉണ്ടാകും, അത് ചൊല്ലണം. ഒന്ന് ചൊല്ലി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. വളരെ ചെറിയ ഒരു ദിക്റാണ്. എന്തടങ്ങേറ് വന്നാലും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ ഇടങ്ങേറിൽ നിന്ന് പെട്ടെന്ന് തന്നെ പഠിച്ചവന്റെ ഒരു മോചനം തരും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ ദിക്റ്, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ്. നമ്മളൊക്കെ പലരെയും കാണാൻ പോകും, ക്യാൻസർ രോഗികളെ സന്ദർശിക്കാൻ പോകും, അല്ലെങ്കിൽ പിന്നെ സ്ട്രോക്ക് വന്ന ആളുകളെ കാണും, അരക്ക് താഴോട്ട് സ്വാധീനമില്ലാത്ത മനുഷ്യന്മാരെ കാണും, മാരകമായ പരീക്ഷണ വിധേയരായ ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവരെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവരെടുത്തുനിന്ന് പോന്നിട്ട് അല്ലെങ്കിൽ അവർ കേൾക്കാതെ ഈ ദിക്റ് ചൊല്ലണം. ഇത് ചൊല്ലിയാൽ ഏത് അസുഖബാധിതനെ കാണുമ്പോഴാണോ നമ്മൾ ചൊല്ലിയത് ആ അസുഖം പടച്ചോ നമ്മുടെ ജീവിതത്തിൽ തരൂല. ഇതാണ് ഈ ദിക്റിന്റെ മഹത്വം. ക്യാൻസർ രോഗിയെ കാണുമ്പോൾ ചൊല്ലിയാൽ നമുക്ക് ക്യാൻസർ വരൂല. സ്ട്രോക്ക് ഉള്ള ആളെ കാണുമ്പോൾ ചൊല്ലിയാൽ നമ്മൾക്ക് അസുഖം വരൂല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റാണ്. വളരെ ചെറിയ ഒരു ദിക്റ്. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഒരാളെ കാണുമ്പോൾ ചൊല്ലി അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി, നിന്നെ പരീക്ഷിച്ച ആ പരീക്ഷണം തരാതെ എന്നെ കാത്ത റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ, നീ സൃഷ്ടിച്ച പരീക്ഷണ വിധേയരായ ഒരുപാട് മനുഷ്യന്മാരെക്കാൾ എന്നെ മികച്ചവനാക്കിയ റബ്ബേ നിനക്കാണ് സർവസ്തോത്രങ്ങളും. ഈ ദിക്റ് ചൊല്ലിയാൽ ആ അസുഖം നമ്മൾക്ക് ഉണ്ടാകൂല. ഹദീസ് ഇങ്ങനെയാണ്, ആ അസുഖം എന്തു ആയിക്കോട്ടെ അത് നമ്മൾക്ക് വരൂല. അബദം മആഷ്, ലൈഫ് ലോങ് വാലിഡിറ്റിയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ അസുഖം പിന്നെ നമ്മൾക്ക് ഉണ്ടാവില്ല എന്നാണ്. ഒന്ന് ചൊല്ലൂ. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മാ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ചെറിയ രണ്ട് ദിക്റുകളാണ്. എന്റെ ഇന്നത്തെ ഈ 1.5 മണിക്കൂർ നേരത്തെ സംസാരത്തിന്റെ ആകെ മൊത്തമാണ് ഈ രണ്ട് ദിക്റ്. ഇത് നിങ്ങൾ പഠിക്കണം, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. പ്രയാസങ്ങൾ വരുമ്പോഴും പ്രയാസപ്പെടുന്നവരെ കാണുമ്പോഴും ഒക്കെ അത് ചൊല്ലുകയും വേണം. അള്ളാഹു നമ്മയൊക്കെ ഹിമ്മത്തുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.